പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി ആദ്യമായി പൊതുപരിപാടിയിൽ സംസാരിക്കുകയാണ്. ബീഹാറിലെ മധുബനിയിലാണ് പൊതുസമ്മേളനം. മോദിയുടെ വാക്കുകളിലേക്ക്. यहाँ हर वर्ग हर क्षेत्र तक पहुंचे, ये हम सभी का प्रयास है। पंचायती राज दिवस पर इस कार्यक्रम से जुड़ने के लिए मैं एक बार फिर आप सभी का आभार व्यक्त करता हूं। बहुत बहुत धन्यवाद। मेरे साथ बोले, भारत माता की, भारत माता की, भारत माता की। പാകിസ്ഥാനെതിരായ നയതന്ത്ര നീക്കങ്ങൾക്ക് പിന്നാലെ സൈനിക നടപടികൾ ഉണ്ടാകുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ കൈക്കൊണ്ട തീരുമാനങ്ങൾ വിശദീകരിക്കാൻ ഇന്ന് സർവകക്ഷി യോഗവും ചേരും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി ഇന്ത്യ തീരുമാനങ്ങൾ അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ ചേരുകയുണ്ടായി. ആഭ്യന്തര സെക്രട്ടറിയും ഇന്റലിജൻസ് റോ മേധാവിമാരും യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വിളിച്ച ദേശീയ സുരക്ഷാ കൌൺസിൽ യോഗത്തിൽ സൈനിക മേധാവിമാർ പങ്കെടുക്കും. ചൈനയും കാനഡയും പഹൽഗാം ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷന് മുന്നിൽ വൻ പ്രതിഷേധമായിരുന്നു രാവിലെ. കൂടുതൽ വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ പ്രധാനപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുമല്ലോ. അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളെ ശ്രദ്ധയോടുകൂടി തന്നെയാണല്ലോ ഇന്ത്യ നിരീക്ഷിക്കുന്നത്. മിസൈൽ പരീക്ഷണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഏത് രീതിയിലുള്ള പ്രതികരണമായിരിക്കും അടുത്തു തന്നെ ഇന്ത്യയിൽ നിന്നുണ്ടാകാൻ സാധ്യത? മഞ്ജുഷ, നയതന്ത്ര ബന്ധങ്ങൾ പരിമിതിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ നിർണായകവും ചടുലവുമായ യോഗങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല എങ്കിൽ പോലും ഉന്നത ഉദ്യോഗസ്ഥരും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ അടങ്ങുന്ന സംഘം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി തന്നെയാണ് നിരീക്ഷിച്ചു വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ജമ്മു കാശ്മീർ പൂർണ്ണമായും സൈന്യത്തിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും വലയത്തിൽ തന്നെയാണ്. അപ്പോഴും അവിടെ ആക്രമണങ്ങൾ തുടരുന്നു എന്നതാണ് വസ്തുത. പ്രത്യേകിച്ച് ഉദ്ധംപൂരിൽ ഇന്ന് ഭീകരരുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. സൈന്യത്തിന് നേരെ വെടിയുതിർക്കുകയും അങ്ങനെ ഒരു സൈനികന് വീരമൃത്യു വരിക്കുകയും ചെയ്യേണ്ടി വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അടക്കം ഈ മേഖലകളിൽ ബാരാമുള്ള, കുൽഗാം ഉൾപ്പെടെയുള്ള മേഖലകളിൽ എല്ലാം തന്നെ ഏറ്റുമുട്ടൽ നടന്നിരുന്നു. അത്തരത്തിലുള്ള ഏറ്റുമുട്ടൽ ഒരു ഭാഗത്ത് തുടരുമ്പോൾ തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനവും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഭീകരാക്രമണത്തിന് പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന എന്ത് തെളിവാണ് ഉള്ളത് എന്നാണ് ഇന്ത്യയുടെ പാക് ഉപപ്രധാനമന്ത്രിയുടെ ചോദ്യമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് കറാച്ചിയിൽ മിസൈൽ പരീക്ഷണത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരവും. അതോടൊപ്പം തന്നെ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വളരെ കൃത്യമായ ഇൻപുട്ടുകൾ ലഭിച്ചിട്ടുള്ളത് ഇത് പാക് സൈന്യത്തിന്റെ പൂർണ്ണമായ അറിവോടുകൂടി തന്നെയാണ് എന്നുള്ളതാണ്. അതായത് കരവ്യോമ മാർഗത്തിൽ ഉള്ള ഏതൊരു ആക്രമണത്തെയും ചെറുക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ പാകിസ്ഥാൻ നേരത്തെ തന്നെ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. അതിനോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ മറ്റൊരു നീക്കം എന്ന നിലയിൽ ഒരു സൈനിക അഭ്യാസ പ്രകടനത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു അറബിക്കടലിൽ എന്ന പുതിയ വിവരം കൂടി ചേർത്ത് വെക്കേണ്ടത്. ഇതിന് മറുപടി എന്ന നിലയിൽ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പൽ ആയിട്ടുള്ള INS വിക്രാന്ത് ഉൾക്കടലിലേക്ക് നീങ്ങുന്നു എന്ന് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സ്ഥിതിഗതികൾ അതീവ സൂക്ഷ്മമായി തന്നെയാണ് ഇന്ത്യ നിരീക്ഷിച്ചു വരികയും ചെയ്യുന്നത്. ഒപ്പം നയതന്ത്ര ബന്ധം പരിമിതപ്പെടുത്തിയതിന് പിന്നാലെ അതിശക്തമായ നിലപാടുകൾ ഇന്ത്യ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ സർക്കാരിന്റെ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അടക്കം മരവിപ്പിച്ചു നിർത്തുകയാണ് ഇന്ത്യ. എക്സ് പ്ലാറ്റ്ഫോം ഇപ്പോൾ തന്നെ മരവിപ്പിച്ച നിലപാട് ഇന്ത്യ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നയതന്ത്ര ഉന്നത ഉദ്യോഗസ്ഥനായ സാദ് അഹമ്മദ് വാറിച്ചിനെ നേരിട്ട് വിളിച്ചു വരുത്തി ഇന്ത്യ കഴിഞ്ഞ ദിവസം സ്വീകരിച്ചിട്ടുള്ള നയതന്ത്ര പരിമിതപ്പെടുത്തലുകൾ എന്തൊക്കെ, അതായത് സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിച്ചു നിർത്തിയത്, പാകിസ്ഥാനിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് രാജ്യം വിടണം എന്നുള്ള ആവശ്യം, പാക് പൗരന്മാർ ഇന്ത്യ വിടണമെന്ന ആവശ്യം, വാഗ അതിർത്തി അടക്കം അടച്ചുപൂട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കുകയും അസ്വീകാര്യൻ എന്ന നിലയിൽ രാജ്യം വിട്ടു പോകണം എന്ന് സാദ് അഹമ്മദ് വാച്ചിന് നിർദ്ദേശം നൽകുകയും മറ്റ് ഉദ്യോഗസ്ഥർ അടക്കം 7 ദിവസത്തിനകം രാജ്യം വിടണം എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ കടുത്ത നടപടികളും നിലപാടുകളുമായിട്ടാണ് ഇന്ത്യ. അതേപോലെ തന്നെയാണല്ലോ പ്രധാനമന്ത്രിയുടെ ആദ്യ
പൊതുസമ്മേളനത്തിലെ പ്രസംഗം അത് ഉറ്റുനോക്കുകയായിരുന്നു രാജ്യം. അതിൽ തന്നെ ഭീകരവാദികൾക്ക് കടുത്ത ശിക്ഷയായിരിക്കും ഉണ്ടാകാൻ പോവുക എന്നുള്ള മുന്നറിയിപ്പും പ്രധാനമന്ത്രി നൽകിക്കഴിഞ്ഞല്ലോ. സൗദി സന്ദർശനം നടത്തുമ്പോഴായിരുന്നു ഭീകരാക്രമണം ഉണ്ടാകുന്നത്. അവിടെ നിന്ന് തന്നെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് എത്രയും പെട്ടെന്ന് കാശ്മീരിലേക്ക് പുറപ്പെടാൻ നിർദ്ദേശം നൽകിയത്. പിന്നീട് പാക് വ്യോമപാത ഒഴിവാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയും ഇന്ന് നടന്ന ആദ്യത്തെ പൊതുപരിപാടിയിൽ ഭീകരവാദത്തിനെതിരെ അതിശക്തമായ നിലപാട് ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും അത് തുടരുക തന്നെ ചെയ്യും. ആരാണ് ആക്രമണം നടത്തിയത്, അതിന് പിന്നിൽ ആരൊക്കെയെന്ന് ഇന്ത്യ കണ്ടെത്തും, അവരെ ശിക്ഷിക്കും എന്ന കൃത്യമായ പ്രതികരണമാണ് പ്രധാനമന്ത്രി നൽകിയിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് ആണ് സർവകക്ഷി യോഗം ചേരാൻ പോകുന്നത്. വിദേശ പര്യടനത്തിലായിരുന്ന രാഹുൽ ഗാന്ധി അടക്കം പരിപാടികൾ വെട്ടിച്ചുരുക്കി തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരിക്കും രാജ്യത്തിന്റെ സുരക്ഷ ഇപ്പോൾ എങ്ങനെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്, ഏതൊക്കെ പ്രധാന കേന്ദ്രങ്ങളിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലാണ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നത് സർവകക്ഷി യോഗത്തിൽ വിശദീകരിക്കുക. ഒപ്പം ഇന്ത്യ ഇതുവരെ സ്വീകരിച്ച നിലപാടുകൾ, ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള പിന്തുണ, ഇത്തരം കാര്യങ്ങൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും കൃത്യമായി സർവകക്ഷി യോഗത്തെ ബോധിപ്പിക്കും. പക്ഷേ എപ്പോഴായിരിക്കും ഇന്ത്യയുടെ സൈനികമായ തിരിച്ചടി എന്നതിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. ശരിയാണ് അഭിലാഷ്, അത് അതീവ രഹസ്യമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്ത്യൻ ജനതയുടെ മനോവീര്യം ഭീകരവാദത്തിന്റെ നട്ടെല്ല് തകർക്കും എന്നുള്ള ആ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുകൂടാതെയാണ് നയതന്ത്ര തലത്തിൽ പല വെട്ടിച്ചുരുക്കലുകളും ഇന്ത്യ നടത്തിയിരിക്കുന്നത്. ആ മറുപടിക്ക് പിന്നാലെയാണ് സൈനിക നീക്കവും നടക്കുന്നത്. പാകിസ്ഥാന് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന തീരുമാനങ്ങളാണ് നയതന്ത്ര തലത്തിൽ ഇന്ത്യ ഇന്നലെ കൈക്കൊണ്ടത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതും അട്ടാരി അതിർത്തി അടച്ചതും പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും. പഹൽഗാം ആക്രമണത്തെ അപലപിച്ച് മിക്ക രാജ്യങ്ങളും രംഗത്തെത്തിയതോടെ അന്താരാഷ്ട്ര തലത്തിലും പാകിസ്ഥാൻ ഒറ്റപ്പെടുകയാണ്. അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതിയുടെ തീരുമാനങ്ങൾ പാകിസ്ഥാന്റെ മർമ്മത്തേറ്റാടിയാണ്. 1960 കരാർ 65 വർഷത്തിനു ശേഷം മരവിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ ഒരു നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്ക്. സിന്ധു നദീജല കരാർ പ്രകാരം 80% ജലവും ലഭിക്കുന്നത് പാകിസ്ഥാനാണ്. അവിടെ കൃഷിയിലും ജലസേചനത്തിലുമൊക്കെ പ്രതിസന്ധി രൂക്ഷമാകും. കടുത്ത വരൾച്ചയിലേക്കും ഭക്ഷ്യക്ഷാമത്തിലേക്കും സാഹചര്യങ്ങളെത്താം. ഇതിന് ജനങ്ങളോട് പാകിസ്ഥാൻ സർക്കാർ മറുപടി പറയേണ്ടി വരും. പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള വരുമാനം പാകിസ്ഥാന്റെ ആകെ വരുമാനത്തിന്റെ 23% വരും. പാകിസ്ഥാന്റെ GDP തന്നെ കൂപ്പുകുത്താൻ കെൽപ്പുള്ളതാണ് കരാർ മരവിപ്പിച്ച തീരുമാനം. 65-ലെയും 71-ലെയും യുദ്ധകാലത്തും പാർലമെന്റ് ആക്രമണം നടന്ന സമയത്തും 2019-ലെ പുൽവാമ ആക്രമണത്തിലുമൊന്നും സിന്ധു നദീജല കരാർ തൊട്ടിട്ടില്ല. അട്ടാരി അതിർത്തി അടച്ചത് വാണിജ്യ മേഖലയ്ക്ക് തിരിച്ചടിയാണ്. പാകിസ്ഥാന്റെ വ്യാപാര ബന്ധത്തെ ഇത് ബാധിക്കും. 2023-24 കാലയളവിൽ 3886 കോടി രൂപയുടെ വ്യാപാരമാണ് ഈ വഴി നടന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് ഈ തീരുമാനങ്ങൾ ഇരട്ടിപ്രഹരമാകും. ബന്ധുക്കളെ കാണാൻ ഈ വഴി ഇന്ത്യയിലെത്തിയിരുന്നവർക്കും വഴിയടഞ്ഞു. 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിട